എടാ വിഷമിക്കേണ്ട കാര്യമില്ല. ഈ ഭാര്യ പോകുന്ന ഈ വിഷം വരുമ്പോ ഞാൻ ചെയ്യുന്നത് എന്താണെന്നറിയോ? വേണ്ടേ അന്ന് അവൾ പോയ സമയത്ത് നീല സാരിയായിരുന്നു. ഈ നീല ബോള് ഞാൻ എടുത്ത് തേണ്ടേ ഈ സ്റ്റിക്ക് വെച്ച് തട്ടി ആ കുഴിയിലേക്ക് അങ്ങ് ഇടും. അപ്പൊ വിഷമം മാറോടാ. അപ്പൊ മക്കളെ വിഷമം മാറാൻ ഇതെല്ലാം എന്റെ മക്കളല്ലേടാ, ബാക്കിയുള്ള ബോളുകളെല്ലാം. പക്ഷെ എനിക്ക് ഒറ്റ വിഷമേ ഉള്ളൂ. എന്താ എന്റെ സ്വത്തുക്കൾ എങ്ങനെ വീതിക്കുന്ന. അതിന് പേടിക്കേണ്ട കാര്യമില്ല. പെട്രോൾ പമ്പാണ്ട് ഈ ഉണ്ടാക്കിയും കൊടുക്കണം, സിനിമാ തിയേറ്റർ ഈ ഉണ്ടാക്കി എഴുതി കൊടുക്കണം. മക്കളല്ലേ പിന്നെ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം എന്നും രാത്രി ഞാൻ അവളെ വിളിക്കുമായിരുന്നു. എന്റെ വിളി കേൾക്കാതെ അവൾ ഉറങ്ങില്ലായിരുന്നു. ഇപ്പൊ നീ ഒന്ന് വിളിച്ചു നോക്ക്, അവള് നല്ല വിളി വിളിക്കും. കാരണം നിന്നെ വിളിച്ചോർക്കൂടെ അവളെ കല്യാണം മുടങ്ങിയില്ലേ? ഞാൻ എന്തായാലും നാളെ തന്നെ അമേരിക്കയിലേക്ക് പോവാ. അമേരിക്കയിൽ എവിടെടാ നീ? മെക്സിക്കോ. മെക്സിക്കോയിൽ എവിടെടാ? ഷിക്കാഗോ. ചിക്കാഗോയിൽ എവിടെടാ? ലോസ് ആഞ്ചലസ്. ലോസ് ആഞ്ചലസ് എവിടെടാ? ലോസ് ആഞ്ചലസിൽ എവിടെയൊക്കെ അറിയാം. ബാക്കിയുള്ളതെല്ലാം ഞാൻ അറിഞ്ഞു വെച്ചിട്ടാണ് ചോദിച്ചത്. എല്ലാരും എവിടാ? അമേരിക്കയിൽ PTR. അമേരിക്കയില് PTM. PTP നഗറോ? PTP നഗറാണോ ഉദ്ദേശിച്ചത്? അമേരിക്കയിൽ PTP നഗറില്ലല്ലോടാ. നമ്മുടെ തിരുവനന്തപുരത്തല്ലേ PTP നഗറുള്ള പൃഥ്വിരാജ് സാർ താമസിച്ചിരുന്ന സ്ഥലം. അവിടെ PTP നഗരം പൃഥ്വിരാജും ഉണ്ട്. അവിടെ ഉണ്ടോ PTP നഗർ? എന്റെ ചായ ഇവിടെ കടലില്ലേ? അവിടെയും കടലുണ്ട്. ഇവിടെ ദൈവങ്ങളില്ലേ? അവിടെയും ദൈവങ്ങളുണ്ട്. അതുപോലെ ഇവിടെ PTP നഗറിൽ പൃഥ്വിരാജ് ഉള്ളത് പോലെ അവിടെ ഒരു PTP നഗറിൽ പൃഥ്വിരാജ് ഉണ്ട്. നിന്റെ പപ്പയുടെ പേരെന്തോടാ? ജോഷി കുരിശിങ്കൽ. പുള്ളി ഇപ്പൊ വീട്ടിലുണ്ടോ? ഉണ്ട്. അമേരിക്കയില്ലല്ലോ, അത് ഭാഗ്യം. അതല്ല എന്റെ പപ്പ പറഞ്ഞത്. അതാ നീ അമേരിക്ക പോയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കൺട്രി ഫെലോസിന്റെ കമ്പനി കൂടാൻ പോകരുത്, പ്രത്യേകിച്ച് ഈ ചപ്ലി ക്ലബിൽ. ടോണി കുരിശിങ്കൽ, നിങ്ങൾ എന്താ സംസാരിച്ച? ഈ ക്ലബിന്റെ പ്രത്യേകത അറിയാമോ? ഇതുപോലെ കുഴിയിൽ പന്തടിച്ചിരുന്ന ഒരു കളിയുള്ള ക്ലബ് ഏതാണെന്ന് പറ. പഞ്ചായത്തിൽ അങ്ങനെ ക്ലബ് ഉണ്ടോ? പേരെന്തെന്നറിയാമോ? ക്ലബ്. അതറിഞ്ഞോളൂ ആര് പറഞ്ഞു? മാത്രമല്ല ഇരിക്കുന്ന ട്രോഫി ഉണ്ടോ? എന്തിനാ ട്രോഫി അത്? ഇതിൽ കളിച്ചിട്ട് ജയിച്ചപ്പം കിട്ടിയതായിരിക്കും. അല്ല, ഇവിടുത്തെ കളി കണ്ടോണ്ട് കുടിച്ച് മത്സരിച്ചെടുത്ത അങ്ങനെ മരിച്ചപ്പോ കിട്ടിയ ട്രോഫി ആയത്. അപ്പൊ ഈ കുഞ്ഞു ട്രോഫിയാ? ടച്ചിങ്സ് കഴിച്ച് തൊണ്ടേ കുരുങ്ങി ചത്ത രാജ്യത്തിന്റെ ട്രോഫി. ഒന്നും അറിയാൻ സംസാരിക്കുന്നു ക്ലബിനെ പറ്റി. സോറി സോറി പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ പേരിൽ 2 പെക്ക് പറ. ഉണ്ട കുഴിയിലോട്ട് അടിച്ചിറക്കണം, റൂമിലോട്ട് 2 പെക്ക്. നീ പറഞ്ഞു നിനക്ക് അറിയാമെന്ന് പറഞ്ഞു. മറ്റേ പേര് എപ്പോഴും എന്റെ വായിലോട്ട് കയറി വരത്തില്ല. എന്താ പൊട്ടിച്ചിരിക്കുന്നു? ഗ്ലാസിനകത്ത് ഐറ്റം വേറെ എപ്പിസോഡ് വല്ലതും? അതല്ല സാറേ, സാറിന് മദ്യം ഒഴിച്ചതെന്ന് എന്റെ കൈയുടെ കുഴ തെറ്റി. അപ്പൊ സാറിന്റെ ഈ മദ്യം കുടിച്ച സാറിന്റെ ശരീരത്തെ കുറിച്ചാണ് ഞാൻ ചിരിച്ചത്. ആരോഗ്യ വകുപ്പിൽ നിന്നുള്ള ക്ലാസ് കഴിഞ്ഞെങ്കിൽ നമുക്ക് മദ്യം കഴിക്കാം. എടുക്കൂ. എടുത്തോ സാറേ. ഈ കല്യാണ ചെറുക്കനൊക്കെ ഈ ക്ലബിൽ എന്തിനാ സാറേ വന്നത്? അറിഞ്ഞില്ലേ? കല്യാണ ചെറുക്കന്റെ കല്യാണം പ്ലീച്ചി. കല്യാണം പൊട്ടത്തി പൊളിഞ്ഞേക്കുമല്ലേ? നമുക്കൊരു സ്റ്റാൻഡേർഡ് നമ്മൾ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു സ്പീച്ച്. ഇതുപോലത്തെ കൺട്രീസിലോ അങ്ങനെയുള്ളിടത്ത് നമ്മൾ സ്പീച്ച് ചെയ്യാൻ പാടില്ല. ന്യൂസിലാൻഡ് സാർ അങ്ങനെ സംസാരിക്കും സാറേ. സാർ എന്തോ പറഞ്ഞു? എനിക്ക് സ്റ്റാൻഡേർഡ് ഇല്ലെന്നോ? സാറിന്റെ വിദ്യാഭ്യാസ യോഗ്യത അറിയാമോ സാറേ? സാറേ, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണ് സാറേ ഞാൻ ഈ ബാറി പണിയെടുക്കുന്നത്. അറിയാമോ? മിസ്റ്റർ സെബാസ്റ്റ്യൻ. സോറി സാറേ. രാവിലെ എന്ത് കഴിച്ചു? അപ്പവും മുട്ടക്കറി കഴിച്ചു സാറേ. ഉച്ചക്ക പൊരിച്ചമീനും കൂട്ടി ഊണ് കഴിച്ചു. വൈകുന്നേരം ചപ്പാത്തി ചിക്കനും. 3 നേരം ചണ്ണവിളക്ക് കേട്ടിട്ടാണോ? ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ പണിയെടുക്കുന്നത്. ബാക്കിയുള്ള രാവിലെ തൊട്ടൊരു ഫുള്ളടിച്ചിട്ട് 2 കപ്പലിൽ തൊലിയായിരുന്നു. ഹലോ, കേക്കുന്നില്ല പപ്പ? ഇതാ പെണ്ണിന്റെ വീട്ടുകാർ വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കുന്നോ? ആ പെണ്ണുണ്ടോ? ഓക്കെ ചായ ആകെ പ്രശ്നം. ചായ എന്താ മോനെ? പെണ്ണിന്റെ വീട്ടുകാരും പെണ്ണും വന്ന് നമ്മുടെ വീട്ടിൽ വന്ന് ഭയങ്കര തെറിവിളി. ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് വന്ന് തെറിവിളിക്കാൻ വരെയാണ് ഈ പെണ്ണ്. ഈ പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ ആക്രമണത്തിന് വന്നാൽ നമ്മളെ പോലുള്ളവർ എന്ത് ചെയ്യും? ഹേ, അതറിയാമെങ്കിലേ ഞായറാഴ്ച ലീവ് എടുത്തിട്ട് ഭാര്യ എടുത്ത് ഇരിക്കുമല്ലോ. ഞാൻ ഇവിടെ ഒന്ന് ജോലിക്ക് ഇരിക്കുവായിരുന്ന. അപ്പോഴത് തടിയല്ലേ, നീരാണല്ലേ. അവക്ക് വേണ്ടി ഞാൻ 3 മാസമാണ് കല്യാണത്തിന് വേണ്ടി ഇവിടെ സ്പെൻഡ് ചെയ്തത്. ഓക്കെ, എന്നിപ്പോ അമേരിക്കയിൽ നിന്ന് വിളിക്കുന്നുണ്ട് എമർജൻസി. പെട്ടെന്ന് അങ്ങോട്ട് ചില പേപ്പേഴ്സ് അയച്ചു. ട്രാവൽസിൽ പോകാനും പറ്റിയില്ല എനിക്ക്. എടാ, ലോക സഞ്ചരിയായ ഞാൻ ഇവിടെ ഉള്ളപ്പോ നീ എന്തിനാ ട്രാവൽസിൽ പോയി പേപ്പർ കൊണ്ടുപോയി നോക്കുന്നത്? മിസ്റ്റർ സെബാസ്റ്റ്യൻ, അതെന്താ 2 കൊട്ട്? അവ ഒരു കൊട്ടുകൊട്ടിയ സ്ഥിതിക്ക് ഞാൻ 2 കൊട്ടെങ്കിലും
അവന് സ്നേഹം Okay, return ticket is. ഇവിടുന്ന് നേരെ പോകുമ്പോ വളവ് തിരിയുമ്പം മഞ്ചാടി എന്ന് പറഞ്ഞൊരു അങ്കമാടി ഉണ്ട്. അവിടുത്തെ ടീച്ചറെ ഇത് കാണിക്കണം. അവര് പറഞ്ഞു തരും. അവര് പറഞ്ഞു തന്നിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ആയെ കാണിക്കണം. ഉപ്പ് വയ്ക്കുന്ന ആയെ. ഇംഗ്ലീഷ് പേപ്പർ കിട്ടി കഴിഞ്ഞാൽ അവരെ ഞാൻ കാണിക്കാറില്ല കേട്ടോ. അപ്പൊ ഇവിടെ ഉള്ളവർക്കാർക്കും ഇംഗ്ലീഷ് അറിയത്തില്ല. ഈ ക്ലബിലുള്ള ആർക്കും ഇംഗ്ലീഷ് അറിഞ്ഞൂടാ. ബുദ്ധി ഉണ്ടോ ഇവിടെ ഇല്ലെന്ന്. അപ്പൊ അച്ഛനും പറഞ്ഞൂടെ? ഉണ്ടെങ്കിൽ ഞാൻ കോട്ടിട്ടുണ്ട് ഇവിടെ നിൽക്കോട്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.